നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. സ്വർണ്ണത്തിന്റെ വില കുറച്ച് കുറഞ്ഞിരിക്കുന്നു. 14,060. ഗോൾഡ് ഇന്നും ഇറങ്ങുമെന്ന് ഞാൻ പറയുന്നു. യുദ്ധം നിർത്തം എന്നത് ഇപ്പൊ ഫ്ലോപ്പ് ആയിരിക്കുന്നു. ഇസ് ഫയർ ഫ്ലോപ്പ് ആണ്. കാരണം വെള്ളിയും ഇറങ്ങിയിരിക്കുന്നു. എനിക്ക് പറയണം, നീ എന്തിനും ബ്ലോക്കേറ്റ് ചെയ്യണം, ഞാൻ തന്നെ ബ്ലോക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എണ്ണയുടെ വിലയും ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനെ കണ്ട് യൂസ് ഇല്ല, 100 കഴിഞ്ഞെന്ന്. ഇത് നോക്കുവാണെങ്കിൽ ഓയിലിന്റെ വില $140 ഇരിക്കുന്നു. നിഫ്റ്റിയുടെ വില രാവിലെ 470 പോയിന്റ് ഔട്ടായിരിക്കുന്നു. ഇപ്പൊ KT ഒരു 330 പോയിന്റിന്റെ അടുത്ത് എടുത്തു വന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി രാവിലെ 1210 പോയിന്റ് ഔട്ടാണ്. ഓട്ടോ ഇൻഡെക്സ് 2% ഔട്ട്. എല്ലാ ഇൻഡെക്സും ഔട്ട് രാവിലെ. ഞാൻ പറയില്ല, ഞാൻ പറയാം. IT 1.6 ഡൗൺ, ഫാർമ 1.1 ഡൗൺ, FMCG 1.4 ഡൗൺ, മെറ്റൽ 1.6 ഡൗൺ. സ്റ്റോക്കിനൊക്കെ ഭയങ്കര വേദനയാണ്, പക്ഷെ അത് കുറവായിട്ടുള്ള വേദനയാണ്. HDFC ബാങ്ക് 2.2%, നാറ്റ്കോ 1.3, SN ബാങ്ക് 2, ആൻഡ് ജുവലേഴ്സ് 1.7, ഇന്ത്യൻ ബാങ്ക് 1.4. ഇപ്പം എന്ത് പറയുന്നു എന്നാൽ, നീ എന്ത് കരാത്ത ചെയ്യേണ്ടത്, ഞാൻ ചെയ്യാം. മോസ്റ്റിലിരുന്ന് നീ ഒന്നും എടുത്തുകൊണ്ട് പോകാതെ രീതിക്ക് ഞാൻ നോക്കിയോളാം. എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഈ കച്ച എണ്ണയുടെ പ്രോബ്ലം സോൾവ് ആകാൻ പോണതില്ല. ഏപ്രിലും പോയി, മേയും പോയി. 2 മാസം നമ്മളെ ഇയറിൽ 2 മാസം ഓൾറെഡി ചെന്നു. ഇന്ന് 10 മാസത്തിൽ തന്നെ ഈ GDP-യിൽ കയറ്റേണ്ട ഒരു പോസിബിലിറ്റീസ് ഇരിക്കുന്നു. ഇതും നമ്മളെ ട്രംപ് ആകുവാതെ പ്രോബ്ലം സോൾവ് ആയി എന്ന് പറഞ്ഞാൽ മാത്രം തന്നെ. പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ ഇത് ഇന്നും കയറിക്കൊണ്ടേ പോകും. ട്രംപ് ആകുവാതെ എന്ത് പറയുന്നു എന്നാൽ, സെനറ്റും റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ വേറെ വിഷമിക്കേണ്ട, ഞാൻ നമ്മളെ ഒരു കൈ നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെമോക്രാറ്റിക് 2 പൊസിഷനെയും ജയിക്കാൻ പോകുന്നു എന്നാണ് തോന്നുന്നു. കാരണം ഹോമോസ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഗ്ലോബൽ ഓയിൽ റൂട്ട് ബ്ലോക്ക് ആയിരിക്കുന്നു. ട്രംപ് എന്ത് പറയുന്നു എന്നാൽ, നേരെ മുകളിൽ എക്സ്ട്രാ ടാരിഫ് ഇടും എന്ന് പറയുന്നു. ചൈന അതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല. 50% സ്പെഷ്യൽ ടാരിഫ് എന്ന് പറയുന്നു. ചൈനയ്ക്ക് ഒരു ജോക്ക് ഹോൾഡ് ഇരിക്കുന്നു. എർത്ത് മെറ്റൽസിന് ബ്രേക്കപ്പ് ഇടും. വളരെ അർജൻറ്റായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ വിൽക്കുന്നു. ഒരു ബ്രേക്കിനെ വന്നിട്ട് എർത്ത് മെറ്റലിൽ ഇടും. ശരിയായ പോട്ടി പോലെയാണ് ഇരിക്കുന്നത്. സമയം ചുമ്മാ നമ്മൾ നോക്കി തന്നെ ഇരിക്കാൻ പറ്റും. ഈ കൊണ്ട് ഒരു തീരുമാനമായിട്ട് ഒരു സ്റ്റെപ്പും എടുക്കാൻ പറ്റുന്നില്ല. ഹോട്ടലുകളിൽ ഗ്യാസ് ഷോർട്ടേജ് കാരണം മെനു ഒക്കെ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞുവെങ്കിൽ റേഷൻ വരും. ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു വളരെ ഡേഞ്ചർ സിഗ്നലാണ് ഇത്. എന്ന് പറഞ്ഞതുപോലെ TCS എന്ത് രക്ഷപ്പെട്ടു എന്നാൽ, എർലി 40% റവന്യൂ വന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിലും റോയിലും ഇരുന്ന കാരണം രക്ഷപ്പെട്ടു. അവർക്ക് അതിലിരുന്ന് രക്ഷപ്പെടുന്നത് പോലെ പ്ലാൻ ഒന്നുമില്ല. കാരണം ഓയിലിന്റെ വില പെട്ടെന്ന് കയറും. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്നിലിരുന്ന് 3 മാസം ഡെലിവറിയാണ്. നമ്മൾ സ്പോട്ടിന് തന്നെ നോക്കണം. സ്പോട്ട് 140, 150 ഇരിക്കുന്നത്. എല്ലിന്റെ പെട്രോൾ ഡീസൽ വിലയിനെ നോക്കുവാണെങ്കിൽ അതാണ് ഇൻഡിക്കേറ്റീവ് പ്രൈസ്. രണ്ടും ചേർത്ത് 130 രൂപയുടെ അടുത്ത് ചെല്ലും. ശേഷം 30% കയറുവാണെങ്കിൽ ഓട്ടോ, ബസ് എല്ലാ വിലയും കയറും. സർദാർജി കെട്ടി വച്ചിരുന്ന റിസോഴ്സിൽ പാതി റിസോഴ്സ് ഗാലിയായി. 15 ശേഷം ആ റിസോഴ്സും ഇരിക്കത്തില്ല. ദിവസം 10 കപ്പൽ വരേണ്ട സ്ഥലത്തിൽ 2 വരുന്നത്. ഷോർട്ടേജ് വരേണ്ട ചാൻസസ് ഉണ്ട്. സോ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിൽക്കുന്നോ അത്രയ്ക്കും നമുക്ക് നല്ലതാണ്. ശേഷമുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ, മുത്തൂട്ട് വന്നിട്ട് 30 രൂപ ഡിവിഡൻഡ് തന്നിരിക്കുന്നു. പെർഫോമൻസ് നല്ല ഷെയർ എന്ന് പറഞ്ഞ് 30 രൂപ കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് മെയിനായുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഗോൾഡിന്റെ വില 16% വീഴുന്നു എന്ന് പറയുന്നു. ആ കണക്കിൽ അത്രയും വീഴുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് ബാങ്കൊക്കെ 4000 കോടി ലോസ് ചെയ്ത് അതിനെ കയറ്റി. രാവിലെ ഓപ്പൺ ചെയ്തതും 7% ഇത് ഇല്ലാതായി. 360 ഞാൻ കണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കയറിയിരിക്കും. സെഞ്ചുറിയെ നോക്കി നമ്മൾ ചെന്നുകൊണ്ടേ ഇരിക്കുന്നു. വാശി കയറും എന്നത് തീർച്ചയായിട്ടും കയറും. ഫ്യൂവലിൻ്റെ വിലയും കയറിയില്ല. ഫ്യൂവൽ വില കയറുവാണെങ്കിൽ ഇന്നും കൂടുതൽ കയറും. RBI ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റാத കാരണം ബാങ്ക് ആരും ഡെപ്പോസിറ്റ് ഒന്നും ഇടുന്നില്ല. ബാങ്കൊക്കെ വന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ചോദിക്കുന്നു. മാസം മാത്രം $10 ബില്യൺ എടുത്ത FIA മാസം തുടക്കത്തിൽ ഒരുപാട് ലീവൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളവരേക്കും മൊത്തം 29,000 കോടിയാണ് എടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ഇന്ന് കിടപ്പിലാണ്. ഇന്ന് ഒരു 10,000 എടുത്തിരിക്കും. അത് 10,000 കോടി ഗാലിയാണ്. മാർക്കറ്റ് എന്തുകൊണ്ട് ഇത്രയും സ്റ്റേബിളായിരിക്കുന്നു എന്ന് നോക്കിയാൽ, നിങ്ങളെ കാശ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാശാണ്. ഇഷ്ടത്തിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ എന്തെന്ന് വെച്ചാൽ, ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. അതിന് ഞാൻ വിഷ്ണുയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തിന് റിട്ടേൺ കണ്ട് നിങ്ങളെടുത്ത് പടം കാണിച്ചുകൊണ്ടിരിക്കുന്നു. 3%, 14%, 16% എന്ന്.
23 എൻഡിലും 24ലും പോസ്റ്റ് കോവിഡിൽ വന്ന റൈസാണ്. 27 ഇതുപോലെ പോവുകയാണെങ്കിൽ ലെവലിൽ 27 ഇരുന്നാൽ ടൺ വന്നിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ 0 ഇരിക്കും എന്നാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് എണീക്കുന്നത് പോലെ ഏതൊരു സ്റ്റേജിലും ഇല്ല. നിങ്ങളെ കാശിനെ എടുക്കുവാണെങ്കിൽ 3 മാസം റിട്ടേൺ എങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തും. ലെവലിൽ പോവുകയാണെങ്കിൽ അതും പോവും. 2 ലക്ഷത്തിൻ്റെ മുകളിൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ എടുക്കുവാണെങ്കിൽ അതിനെ എടുത്ത് ബോണ്ടിലിട്ട് നിങ്ങൾ സേവ് ചെയ്യണത് വളരെ നല്ലതാണ്. അസൻസിൻ്റെ IPO അൺസർട്ടനിറ്റി കണ്ടിന്യൂ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നു. RBI ചുമ്മാ ഇരിക്കാതെ കാരണം ടിങ് മെഷറിംഗ് ടാക്ട് ആയിരിക്കുന്നു. സ്ട്രാൽ പത്രിക എല്ലാവർക്കും ഓർമ്മയായിരിക്കും. ടാറ്റ ട്രസ്റ്റ് ഇങ്ങനെയാണ് 90% ഇതിലിരുന്ന് ഒരു പർട്ടിക്കുലർ ഒരു വലിയ ഡൊണേഷൻ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. വോളണ്ടിയറായിട്ട് ധർമ്മമായിട്ട് കൊടുക്കുന്ന ഒരു ഡൊണേഷനാണ്. RBIയുടെ ഫയൽ കാണാതെ പോവും അതിൻ്റെ ഫയൽ RBIയിൽ. A1 14,500 കോടി ബില്ലിടാൻ മറന്നോ? എനിക്ക് ഫയൽ ഇരുന്നാലേ തീരുമാനിക്കാൻ പറ്റും. ഈ ഫയൽ കാണാതെ പോയി എന്ന് പറയും. എയർ ഇന്ത്യയുടെ ലീഡർഷിപ്പ് മാറാൻ പോകുന്നു. ടാസ് വളരെ കൂടുതലാണ്. പൊളിറ്റിക്കൽ പ്രഷേഴ്സും വളരെ കൂടുതലായിട്ടാണ് ഇരിക്കുന്നു. TCS പേ ഔട്ട് കുറേ കുറഞ്ഞിരിക്കുന്നു. കാരണം AIയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം. അപ്പെക്സിൽ നിന്നും കാശ് വന്നിരിക്കുന്നു. ജോയിൻറ്റ് വെഞ്ചറിൽ ഡേറ്റാ സെൻറ്റർ ഇടണമെന്ന് പറയുന്നു. പുതിയതായിട്ട് ഫ്രഷ് ഹയറിങ് ഇരിക്കുന്നതൊക്കെ എല്ലാത്തിനെയും എടുത്ത് സിസേഴ്സ് വെച്ച് വെട്ടിയിരിക്കുന്നു. TCS ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 25,000 പേരിനെ എടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ 5,000 പേരിനാണ് ലിറ്റർ തരാമെന്ന് പറയുന്നത്. Q4 അത്ര വലിയ രസമല്ല. ഇത് ഇരിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഒക്കെ ഫ്ലാറ്റ് ആയിരിക്കും, മാർജിൻ സ്ലൈറ്റ് കംപ്രസ് ആകും എന്ന് പറയുന്നു. TVS എന്ത് പറയുന്നു എന്നാൽ വേൾഡ്സ് 3rd ലാർജസ്റ്റ് മോട്ടോർ സൈക്കിൾ ആയിട്ട് മാറും എന്ന് പറയുന്നു. വീലർ മേക്കർ ആയിരിക്കുന്നു അവര്. നമ്പർ 2 ഹോണ്ട, അതിനുശേഷം ഹീറോ മോട്ടോർ, അതിൻ്റെ ശേഷം TVS. കാരണം വന്നു, പ്രീമിയം മോഡൽ കാരണം വന്നു എന്ന് പറയുന്നു. അടുത്ത് എന്ത് പറയുന്നു എന്നാൽ 2031 4 പുതിയ വണ്ടി ഇറക്കുന്നു എന്ന് പറയുന്നു. ടാറ്റ ആൾറെഡി 7-8 വണ്ടി വച്ചിരിക്കുന്നു. അതിൻ്റെ ശേഷം ഇപ്പോൾ LND എന്ത് പറയുന്നു എന്നാൽ ന്യൂക്ലിയർ എനർജിയിൽ ഗ്രോ ആകാം, ഒരു സ്പെഷ്യാലിറ്റി ഫീൽഡാണ്. ഇതിപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇന്ത്യയിൽ ഇല്ല. 3x റവന്യൂ ഗ്രോത്ത് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ വരും എന്ന് പറയുന്നു. FMCGയിൽ സ്ട്രിങ്ഫ്ലേഷൻ കൂടുതലായിരിക്കുന്നു. ഒന്നും കുറയ്ക്കാതെ 10 രൂപ വാങ്ങിക്കൊണ്ടിരുന്നു. പാക്കറ്റ് സൈസിൽ 80 ആക്കുന്നു. 50 ഗ്രാമിന് അതേ 10 രൂപ. അതിൻ്റെ ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വന്ന് $75 ബില്യൺ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് IPO ഇടുന്നു. ഇത് ആ കമ്പനി IPOയിൽ തന്നെ $2 ട്രില്യൺ വാല്യൂ ആകും. SpaceX കമ്പനിയാണ്. ഗൂഗിളിലെല്ലാം ഒരുപാട് കാശ് വച്ചിരിക്കുന്നു. കാരണം ഗൂഗിളിൻ്റെ വാല്യുവേഷൻ കയറാൻ പോകുന്നു. നല്ല ജോലിയായിരിക്കും. ലേ ഓഫ് എന്ത് പറയുന്നു എന്നാൽ ഡിവർ ഷിഫ്റ്റ് കാരണം ഇൻഫ്രാസ്ട്രക്ചർ നിലനിർത്താൻ ഒരുപാട് ആൾക്കാരെ അഴിച്ചുവിടുമെന്ന് പറയുന്നു. കാരണം ഒരുപാട് ആൾക്കാരെ ജോലി പോകുമെന്ന് ഒരു ഫീലിംഗ് ഉണ്ട്. സോ ഈ സൈഡിൽ കൺസംഷനും കുറയുന്നു, ഈ ഇമ്പോർട്ടൻസും പോകുന്നു. അടുത്ത് ഇത് പിന്നെ റിയൽ എസ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യും. കാരണം ഇതൊക്കെ സ്വർണ്ണത്തെ എടുക്കാം, എണ്ണയെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റൂല. നമ്മളൊരു ടാങ്കറിൽ വാങ്ങി അകത്ത് വച്ചിരുന്നാൽ ഒരു നല്ല വിലയ്ക്ക് വിൽക്കാം. ഇന്നുള്ള മാർക്കറ്റിൻ്റെ അവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.